KCA President Sri Roy C. Anthony, General Secretary Vinu Christie, സ്നേഹം നിറഞ്ഞ KCA Executive Members, എൻ്റെ ഏറ്റവും പ്രിയങ്കരായ KCA കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹോഷ്മമായ സന്ധ്യാവന്ദനം. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന നിങ്ങൾക്കേവർക്കും KCA സമർപ്പിക്കുന്നു 2021 KCA വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻസ്. പരിപാടിയുടെ നടത്തിപ്പിനായി ഞാൻ സദയം ക്ഷണിക്കുന്നു നമുക്കേവർക്കും പ്രിയങ്കരിയായ ശ്രീമതി ഷൈനി നിത്യൻ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. താങ്ക് യു മിസ്റ്റർ ജോബി ജോസ്. ബഹുമാനപ്പെട്ട KCA പ്രസിഡന്റ് മിസ്റ്റർ റോയ് സി ആന്റണി, ജനറൽ സെക്രട്ടറി മിസ്റ്റർ വിനു ക്രിസ്റ്റി, വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ജോഷി വിദേത്തിൽ, KCA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, സ്നേഹമുള്ള KCA കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വാലന്റൈൻസ് ഡേ അഥവാ പ്രണയദിനം. എന്തുകൊണ്ടാണ് പ്രണയദിനത്തിന് ഇങ്ങനെയൊരു ഇംഗ്ലീഷ് പരിഭാഷ? അമ്മമാരുടെ ദിവസത്തിന് മദേഴ്സ് ഡേ, കുട്ടികളുടെ ദിവസത്തിന് ചിൽഡ്രൻസ് ഡേ, കൂട്ടുകാരുടെ ദിവസത്തിന് ഫ്രണ്ട്ഷിപ്പ് ഡേ, എല്ലാ മലയാള വേർഡിനും അതിന്റെ മീനിങ്ങുള്ള ഇംഗ്ലീഷ് വേർഡിൽ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് നമുക്ക് ലവ് ഡേ എന്ന് പറഞ്ഞുകൂടാ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ പുറകിൽ ഒരു കഥയുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വാലന്റൈൻസ് ഡേ എന്ന പേര് വീണതിന്റെ കഥ അറിയുമായിരിക്കും. എന്നാലും ഞാൻ ആ കഥ ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയുകയാണ്. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കാത്തോലിക്ക സഭയുടെ ബിഷപ്പ്. വിവാഹം കഴിഞ്ഞ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നുണ്ടായിരുന്നു ചക്രവർത്തിക്ക് തോന്നി. അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു. പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവന്റെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി. വിവരം അറിയാനിടയായത് ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു. ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം അന്ധയായ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തല വെട്ടാൻ ആജ്ഞ നൽകി. തല വെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നൊരു കുറിപ്പ് എഴുതി വെച്ചു. അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈന്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി 14 വാലന്റൈൻ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ വാലന്റൈൻസ് ഡേയുടെ ഉത്ഭവം എന്ന് അറിയപ്പെടുന്ന കഥകൾ വേറെയുമുണ്ട്. പക്ഷെ എല്ലാം പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് കിടക്കാം. ആദ്യമായി പ്രയർ സോങ്. പ്രയർ സോങ്ങിനായി ഞാൻ ക്ഷണിക്കുന്നു മാസ്റ്റർ നോവ സോണിസ്. നോവയുടെ പെറ്റ് നെയിം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഹണി. എന്ത് മനോഹരമായ പേരല്ലേ? ഈ പ്രണയ ദിനത്തിൽ ഏറ്റവും സ്നേഹം തൊടുമ്പുന്ന പേരോട് കൂടിയ ഈ കൊച്ചുമിട്ടിന്റെ ആ സ്നേഹം തൊടുമ്പുന്ന ശബ്ദത്തോടു കൂടിയ പ്രയർ സോങ് കൂടി തന്നെയാവട്ടെ നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ തുടക്കം.
തോന്നുന്നത് ഒരു വ്യക്തിയുടെ സൗമ്യമായ സ്വഭാവമാണ് എന്തിൽ നിന്നും ആ വ്യക്തിയെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് ആകർഷിക്കുന്നത്. ആ സ്വഭാവത്തിൽ പെൺകുട്ടികൾ വീണ് പോകാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവത്തിനുടമയാണ് നമ്മുടെ എല്ലാം സൗമ്യ സ്വഭാവക്കാരനായ ജനറൽ സെക്രട്ടറി മിസ്റ്റർ വിനു ക്രിസ്റ്റി. മിസ്റ്റർ വിനു ക്രിസ്റ്റിയെ വെൽക്കം സ്പീച്ചിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, MC, for lovely introduction. ബഹുമാന്യനായ KCA പ്രസിഡന്റ് ശ്രീ റോസി ആന്റണി, സന്നിഹിതരായിരിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി ശ്രീ ജോബി ജോസ്, ലോൺ സെക്രട്ടറി ശ്രീ സോയിപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട KCA എക്സ്കോം അംഗങ്ങളെ, പ്രിയ KCA കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട്, വ്യത്യസ്ത ഭാവങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ. ഉമർ ഖയ്യാമിന്റെ കവിതകളിലെ മുന്തിരിച്ചാറും പ്രണയവും നമുക്ക് അനുഭവവേദ്യമാണ്. അതുപോലെ തന്നെ നിർദ്ധനായ ഇടയ യുവാവായ രമണന്റെയും ധനിക യുവതിയായ ചന്ദ്രികയുടെയും പ്രണയം ഇന്നും മലയാളി മനസ്സുകളിൽ ഒരു നൊമ്പരമായി തങ്ങി നിൽക്കുന്നു. പ്രണയിക്കുന്നവരുടെയും പ്രണയം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ദിനമാണ് പ്രണയദിനം. ക്ലോഡിയസ് ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പ്രണയത്തിനായി ജീവത്യാഗം ചെയ്ത ശ്രീ വാലന്റൈൻ്റെ ഓർമ്മദിനം. പ്രണയത്തിൻ്റെ നിറമുള്ള നാളുകളാണ് ഫെബ്രുവരിയിൽ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ആഘോഷമാണ് ഓരോ പ്രണയത്തിനും. എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രണയദിനാശംസകൾ നേരുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പരിപാടിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ KCA കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ കോവിഡ് പ്രതിസന്ധിയിൽ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രണയോപഹാരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഒരു കപ്പിൾ ഡാൻസ് ആണ്. ഇതുവരെ ഇവരുടെ ഡാൻസ് ഒന്നിച്ചുള്ള ഡാൻസ് ഉള്ളവരാരും കണ്ടിട്ടുണ്ടാവില്ല. ചാൻസ് ഉണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ നല്ലപോലെ ഡാൻസ് കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ രണ്ടുപേരും കൂടി കപ്പിളായിട്ട് വന്ന് ഡാൻസ് കളിക്കുമ്പോൾ മറ്റേ ആളും നന്നായിട്ട് കളിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ അതിനർത്ഥം ഇവരൊരു ഡാൻസേഴ്സ് തന്നെ. അപ്പൊ നമുക്ക് ക്ഷണിക്കാം കപ്പിൾ ഡാൻസിന് വേണ്ടി മിസ്റ്റർ ജിയോ ആൻഡ് മിസ്സിസ് ഷീതൾ. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നെയ്യും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു
വണ്ടു ഞാൻ നനയും തീമണ്ടു ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊന്മല തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. I wanna live my life for you, baby. Come on and tell me that you feel it too. താങ്ക് യു ജിയോ ആൻഡ് ശ്രീധർ. ആൺകുട്ടികൾ നല്ലപോലെ കമന്റ് അടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടികളും കമന്റ് അടിക്കൊട്ട് പറയലല്ല. കേട്ടിട്ടില്ലേ? എന്തിനാണ് ചക്കരയെ നീ അച്ഛൻ പട്ടത്തിന് പോയതെന്ന്? അതുപോലെ ഇവിടെ ഒരാളുണ്ട്. ആ ആൾക്ക് പണ്ട് ഒത്തിരി കമന്റ് അടി കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെയൊക്കെ അറിവ്. അയ്യോ, ആ ചക്കനെ കണ്ടോ, എന്ത് ചുള്ളൻ ചക്കനാണ് കേട്ടോ. ഓ, ആ പുള്ളിയുടെ അഭിനയമൊക്കെ ഒന്ന് കാണണം, എന്ത് ഗംഭീരം. ആരായിരിക്കും അതെന്ന് നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ആരാധകർക്ക് കുറവൊന്നുമില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾ സംശയിക്കേണ്ട, അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട KCA പ്രസിഡന്റ് മിസ്റ്റർ റോയ്സി ആന്റണി. മിസ്റ്റർ റോയ്സി ആന്റണിയെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ചെമ്മാനം തുളുത്തുപോലുള്ള പെണ്ണിനെ കുറിച്ചും ഇടവപ്പാതിക്ക് വീറത്ത പെണ്ണിനെ കുറിച്ചും കാമുക ഹൃദയത്തിൽ അലിഞ്ഞു ചെയ്തതിനു ശേഷം അലിഞ്ഞു ചേർന്നതിന് ശേഷം വിട പറഞ്ഞു പോയ കാമുകയെക്കുറിച്ചും ശ്രീകുമാരൻ തമ്പി എഴുതിയ ചലച്ചിത്ര ഗാനങ്ങൾ നമ്മൾ വളരെ ഇഷ്ടത്തോടെ ഏറ്റുപാടി. വാലന്റൈൻസ് ദിനം 14-ാം തീയതി ആണെങ്കിൽ കൂടിയും അതിൻ്റെ ആഘോഷങ്ങൾ കുറച്ച് മുമ്പേ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. February 7th റോസ് ഡേ, February 8th പ്രപ്പോസ് ഡേ, February 9th ചോക്ലേറ്റ് ഡേ, February 10-ാം തീയതി ഇഷ്ടപ്പെട്ട ടോയിയുമായി പ്രണയിനികൾ സമയം ചെലവഴിക്കുന്ന ടെഡി ഡേ, 11th പ്രോമിസ് ഡേ, 12th എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം കിസ് ഡേ, 13th അവരുടെ ഇഷ്ടങ്ങൾ ഒരു ആലിംഗനത്തോടെ കെട്ടിപ്പിടിക്കുന്ന ദിവസം. അങ്ങനെ February 14th വാലന്റൈൻസ് ദിനം നമ്മൾ ആഘോഷിക്കുന്നു. കാലദേശാന്തരങ്ങൾക്ക് അനുസൃതമായി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രണയത്തിന്. പക്ഷേ ഏവരുടെയും മനസ്സിൽ, ഹൃദയത്തിൽ പ്രണയമുണ്ട്. ഏത് ആകാശത്തിന് കീഴിലാണ് നമ്മൾ ആദ്യം കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. മറ്റൊന്നെനിക്കറിയാം, അതിനുശേഷമുള്ള ഓരോ ആകാശവും നമ്മുടേത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളവരും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളവരും എത്രയാണ് നമ്മുടെ ഇടയിലുള്ളത്. ഒന്നും എനിക്ക് വേണ്ട മൃദുചിത്തത്തിൽ എന്നെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മാത്രം മതിയെന്ന് പറയാനും അല്ലെങ്കിൽ അവരോട് പ്രകടിപ്പിക്കാനും ആഗ്രഹിച്ച എത്രയോ പേരാണ് നമ്മുടെ ഇടയിലുള്ളത്. എന്തു തന്നെയായാലും പ്രണയവും പ്രണയദിനങ്ങളും പ്രണയചിന്തകളും സ്നേഹവുമെല്ലാം നല്ലതിന് മാത്രമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എപ്പോഴും എന്നും ഏതു പ്രായത്തിലും പ്രണയിക്കാൻ നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മിസ്റ്റർ റോയ്സി ആന്റണി. അടുത്തതായി ഒരു അടിപൊളി ഡാൻസ് ആണ്. ഓ, എന്താ പറയാനാണ്, ഈ പിള്ളേർ പൊളിച്ചടുക്കുമെന്നാ തോന്നുന്നേ. കാരണം എന്നാ, രണ്ടുപേരും ഇവിടുത്തെ കിടിലൻ ഡാൻസേഴ്സാണ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു കളയാം അല്ലേ ഇവരുടെ ഡാൻസ്.
അടുത്തതായി ഡാൻസിന് വേണ്ടി ക്ഷണിക്കുന്നു മിസ് സർദാർ സുധാകർ ആൻഡ് അലിഷ ബെന്നി. അടുത്തതായി ഒരു മനോഹരമായ വാലന്റൈൻസ് ഡേ സോങ്ങുമായി നമ്മുടെ മുന്നിൽ വരുന്നു മാസ്റ്റർ നെഹൽ സോണീസ്. താങ്ക് യു നെഹൽ. അടുത്തതായി ഈ വർഷം 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന യുവമിഥുനങ്ങൾ, അത് മറ്റാരുമല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മിസ്റ്റർ തോമസ് ജോൺ ആൻഡ് ഫിഗ തോമസ്. അവർക്ക് KCA ഒരു മെമ്മന്റോ നൽകി ആദരിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ഒരു അടിപൊളി ഡാൻസുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സേറ മേരി ക്രിസ്റ്റോ, നേവ മേരിയ ജിൻസൺ ആൻഡ് ഏഞ്ചൽ വിനു. ഈ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് സർദാർ സുധാകർ. झुमके लगाते चार ठुमके छोरे नचे जमके
മെമ്പേഴ്സ് നൈറ്റിൽ വെച്ച് നടത്തപ്പെട്ട തമ്പോല ഗെയിമിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന സമയമാണ്. അതിൽ ഫുൾ ഹൗസും ഒരു റോയും നേടി വിജയിയായിരിക്കുന്നത് മിസ്റ്റർ ജെയ്സൺ ജോസ്. മിസ്റ്റർ ജെയ്സന് സമ്മാനം കൊടുക്കുന്നതിനായി KCA ജനറൽ സെക്രട്ടറി മിസ്റ്റർ വിനു ക്രിസ്റ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത റോ വിന്നർ മിസ്റ്റർ റോബിൻ ടി ജോസഫ്. അടുത്ത റോ വിന്നർ മാസ്റ്റർ ഡാനി വിനോദ്. വിനു. അടുത്തതായി KCA നടത്തിയ റമ്മി ടൂർണമെന്റ് വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങാണ്. Congratulations to all winners. അടുത്തത് ഒരു വാലന്റൈൻസ് ഡേ കപ്പിൾ ഡാൻസ് ആണ്. ഈ കപ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചു പിച്ചടക്കം കലാ കായിക എല്ലാ സംഭവങ്ങളിലും KCAയുടെ ഒരു എന്താ പറയാ ഒഴിച്ചുകൂടാനാവാത്ത വിഭവം എന്നൊക്കെ പറയുന്ന പോലെ KCAയുടെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത കപ്പിൾസ് ആണ്. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന്. ഇവരില്ലാത്ത ഒരു പരിപാടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയില്ല. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് ഇവരെ കുറിച്ചാണോ എന്ന് തന്നെ നമുക്കത് തോന്നിപ്പോകും. അപ്പൊ ഞാൻ അധികം പറയാൻ നിൽക്കുന്നില്ല. നമുക്ക് നോക്കാം ആരാണ് ക്യൂട്ട് കപ്പിൾ എന്ന്. ഇതാ ഡാൻസിന് വേണ്ടി വരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജിതിൻ ആൻഡ് ബോൺസി. கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமட்டு நெத்தியில மார்புக்கு நெத்தியில செஞ்சு விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமட்டு நெத்தியில மார்புக்கு நெத்தியில செஞ்சு விட தோணுதடி. Cola
താങ്ക് യു ജിതിൻ ആൻഡ് മോൺസി. അടുത്തതായി വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് KCA നടത്തിയ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഫോട്ടോ കോൺടെസ്റ്റിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. Congratulations to all the winners. ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഇവിടെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികൾ ഇവിടെ ഇത്ര മനോഹരമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് KCAയിലെ എല്ലാ മെമ്പേഴ്സും നന്നായിട്ട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. അവർ ഓരോരുത്തർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് KCAയിലെ ലോഞ്ച് സെക്രട്ടറി മിസ്റ്റർ സോയ് പോളിനെ ക്ഷണിച്ചു കൊള്ളുന്നു. താങ്ക് യു ഷൈനി നിത്യൻ. സാധാരണ നാം എക്സ്പീരിയൻസ് ചെയ്യുന്ന വാലന്റൈൻസ് ഡേയിലെ പ്രണയവും കത്തോലിക്കയുടെ പ്രണയവും തമ്മിൽ ചെറിയൊരു മാറ്റം എന്തെന്നാൽ കത്തോലിക്കയുടെ പ്രണയം മാംസനിബദ്ധമല്ലാത്ത ഈ സ്നേഹബന്ധത്തിന്റെ തുടർച്ചയാണ്. നാം പണ്ട് ഈ വിവാഹ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്തൊരു വാഗ്ദാനമുണ്ടല്ലോ, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും മനോരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള ആ വാഗ്ദാനത്തിന്റെ തുടർച്ച. ഈ തുടർച്ചയുടെ പരിണതഫലമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും എനിക്ക് താങ്കളുണ്ട്, എനിക്ക് നിങ്ങളുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ തുടർച്ചയാണ് ഓരോ കത്തോലിക്കിന്റെയും പ്രണയദിനം. ഈ പ്രണയദിനം നാം ഇവിടെ ആഘോഷിക്കുന്ന നിമിഷത്തിൽ നാം ഒന്ന് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട ഘടകം? ബൈബിളിൽ ക്രിസ്തു പലതവണ പല സംഗതികളും റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്രസക്തം എന്ന് പറഞ്ഞിട്ട് റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സംഗതി ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു നമുക്ക് തീർത്തും മാനുഷ്യമെന്ന് തോന്നാവുന്ന ഒരു സംഗതി. അത് ക്രിസ്തു നന്ദി പറയുക എന്ന് പറയുന്ന ഒരു ഘടകം ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ നന്ദി പറയുന്നുള്ള ഈ ഘട്ടത്തിലേക്ക് നമ്മളുടെ ഈ പരിപാടി കടക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പരിപാടി ഇത്ര മനോഹരമായിട്ട് സംഘടിപ്പിച്ചതിനും ഒരുപാട് വ്യക്തികളുടെ കഠിന പരിശ്രമങ്ങളുണ്ട്. ഒരുപാട് വ്യക്തികളുടെ മണിക്കൂറുകളോളം നീണ്ടു നിന്ന അധ്വാനത്തിന്റെ ഫലമാണിത്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ KCAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാം ആരംഭിക്കുകയാണെങ്കിൽ ഈ വർക്കിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മോടൊപ്പം നിന്ന സൂം ഫോട്ടോഗ്രാഫേഴ്സ് ക്ലബ്, പിന്നീട് ഓരോരോ റോൾ പ്ലേയേഴ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ പ്രയർ സോങ് അവതരിപ്പിച്ചിട്ടുള്ള മാസ്റ്റർ നോയ സോണീസ്, വാലന്റൈൻസ് കപ്പിൾ ഡാൻസ് അവതരിപ്പിച്ചിട്ടുള്ള ജിയോ ജോയ്, ശീതൽ ജിയോ, ജിതിൻ ജോസ്, ബോൺസി ജിതിൻ. ഇത് ഈ കപ്പിൾ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ജനിത ജോയ്സ്, ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള സർഗ സുധാകരൻ, അലിഷ ബെന്നി, സേറ മേരി ക്രിസ്റ്റോ, നേവ മേരി ജിൻസൺ, ആഞ്ചൽ വിനു. കൊറിയോഗ്രാഫി ഇവരുടെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള സർഗ സുധാകരൻ. അവസാനമായി സോങ് അവതരിപ്പിച്ചിട്ടുള്ള നേഹൽ സോണീസിനെയും തുടർന്ന് KCAയുടെ എല്ലാവിധ കുടുംബാംഗങ്ങളെയും, ഇത് വീക്ഷിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും, ഇതിൽ പങ്കെടുത്തിട്ടുള്ളവരും നേരിട്ടിട്ടുള്ളവരും അല്ലാതെ പങ്കെടുത്തിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും KCA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.